Meet the editors. അനാവശ്യ വിവാദങ്ങളോ എന്നാണ് ചോദ്യം. സുജയ, ഇന്നലെ രാത്രിയിൽ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയ 4 യുവ നേതാക്കൾ, അതിലൊരാൾ യുവ MP ഷാഫി പറമ്പിൽ, മറ്റൊരാൾ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നെ PK ഫിറോസും TP അഷ്റഫ് അലിയും. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഇന്നലെ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കയറുന്ന പാലം കഴിഞ്ഞുള്ള ഇലക്ഷൻ കമ്മീഷൻ സജ്ജീകരിച്ചിരിക്കുന്ന താൽക്കാലിക ചെക്ക് പോസ്റ്റിലവിടേക്ക് എത്തുന്നു. എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തുന്നത് പോലെ ഈ വാഹനവും തടഞ്ഞു നിർത്തുന്നു. അതിൽ പരിശോധന നടത്തുന്നു. ഡിക്കി തുറന്ന് ബാഗ് തുറക്കാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം നടന്നതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. അത് വലിയ വിവാദമായി മാറുന്നു. ഇതിപ്പോൾ ഒരു ഗൂഢാലോചന എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ മറ്റു വിഷയങ്ങളില്ലാത്തതുകൊണ്ട് വഴിതിരിച്ചു വിടാനുള്ള നീക്കമെന്നാണ് CPM-ന്റെ ആരോപണം. അനാവശ്യ വിവാദമാണോ ഇത്? ഈ വിവാദം അനാവശ്യമാണ്. കാരണം ഒരു പരിശോധനയെ ഇത്രത്തോളം വിവാദമാക്കുകയും ആ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ അവരോട് പ്രതികരിക്കുകയും ചെയ്തത് വിവാദം എന്നത് മാത്രമല്ല, അത് വളരെ മോശമായി പോയി. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MP ആണ് ഷാഫി പറമ്പിൽ. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായ ഒരു വ്യക്തി എന്നുള്ള, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഒരു ഇമേജുമുണ്ട് ഷാഫി പറമ്പിലിന്. പക്ഷേ ആ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് ഇപ്പോൾ ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പക്വതയായില്ലെന്ന് നമുക്ക് കരുതാം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം നിയന്ത്രിക്കേണ്ടത് ഷാഫി പറമ്പിലാണ്. പക്ഷേ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതൊക്കെ കേട്ടു നിൽക്കുകയാണ്. അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഒന്ന് ഇടപെടുന്നത്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് ഇതിനു മുൻപും ഇടപെട്ട് ശീലമുള്ള ഷാഫി പറമ്പിൽ അവിടെ എടുത്തത് കുറച്ചുകൂടി ഉത്തരവാദിത്തപരമായ സമീപനമായിരുന്നെങ്കിൽ ഷാഫിക്ക് കൈയടിച്ചേനെ കേരളം. അനാവശ്യമായി പരിശോധന നടത്തുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ അവിടെയുള്ള ആ ഷോ ഇല്ലാതെ പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയേനേയും, ആളുകൾക്ക് കുറച്ചുകൂടി ഇവരോടുള്ള ഒരു ബഹുമാനം അവിടെ നിലനിന്നേനേയും. പക്ഷേ ഈ പരിശോധനയ്ക്കിടയിൽ അവർ നടത്തിയ വാഗ്വാദം, അതാണ് അവരുടെ തന്നെ വില കളഞ്ഞത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പെട്ടിയേക്കാൾ ഉപരി അവിടെ പറഞ്ഞ വാക്കുകൾക്കാണ് കൂടുതൽ വെയിറ്റേജ് എന്നതാണ് എൻ്റെ നിരീക്ഷണം. കാരണം വാഹന പരിശോധന ജീവനക്കാരുടെ ചുമതലയാണ്. മാത്രമല്ല, ഈ പരിശോധനകളുമായി ജനങ്ങൾ സഹകരിക്കണം എന്ന് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് കഴിഞ്ഞ 11-ാം തീയതി തന്നെ വലിയ രീതിയിൽ അത് വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അത് വിശദീകരിച്ചതാണ്. ഇങ്ങനെയായിരിക്കും പരിശോധനകൾ, എത്ര സ്ക്വാഡുകൾ ഉണ്ടാകും, എല്ലായിടങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും തന്നെ ഈ പരിശോധനാ വാഹനങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലുള്ള അറിയിപ്പുകളൊക്കെ നൽകിയതാണ്. അല്ലാതെ പൊടുന്നനെ ഇന്നലെ രാത്രിയിൽ പൊട്ടിമുളച്ചതല്ല ഈ പരിശോധനാ സംവിധാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഈ മണ്ഡലത്തിൽ നിലവിലുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഇന്നലെ തട്ടുകടയിൽ പോയി, അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച് മടങ്ങി വരികയായിരുന്നുവെന്നാണ് ഷാഫി പറഞ്ഞത്. അപ്പോൾ ആ ഭക്ഷണം കഴിച്ച് വരുന്ന ഒരു ജനപ്രതിനിധിയുടെ വാഹനം അത് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിൽ ഇത്രയും മോശം വാക്കുകൾ പ്രയോഗിക്കുന്നത് എന്തിനാണ്? അതിനെ എത്രത്തോളം മാന്യമായി നേരിടാമായിരുന്നു. ഒരുപക്ഷെ പാലക്കാട്ടെ ഒരു അനുഭവമൊക്കെ മനസ്സിൽ വന്നതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത്. പക്ഷേ ആ വികാര വിക്ഷോഭം ഉണ്ടാകാതിരുന്നെങ്കിൽ ഈ 2 നേതാക്കളുടെയും മാന്യത കുറച്ചുകൂടി ജനത്തിന് മുന്നിൽ നിലനിന്നേനെ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജില്ലാ കളക്ടർ VR വിനോദ് തന്നെ ഇതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്താൻ CPM എന്നൊക്കെ അതിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഉപയോഗിക്കുന്നത് കൃത്യമായി നമുക്കതിൽ കേൾക്കാം. ഉണ്ടാക്കാൻ വരേണ്ട എന്നൊക്കെ പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ്. ജയിപ്പിച്ചു വിട്ട പാലക്കാട്ടുകാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകുമല്ലോ. ഉണ്ടാക്കാൻ വരേണ്ട എന്ന് പറയുന്നത് പാലക്കാട്ടുകാർ ഷാഫിക്ക് കൊടുത്തതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് കിട്ട MLA ആണ് പറയുന്നത്. അതും ആ സൗണ്ട് ബൈറ്റുകളൊക്കെ കേരളം മുഴുവൻ ഇപ്പോൾ എന്തായാലും കേട്ട് കഴിഞ്ഞു. അവനവൻ്റെ മാന്യത അവനവൻ പറയുന്ന വാചകങ്ങളിലൂടെയാണ് ആളുകളുടെ മുന്നിൽ തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങളാണ് പറയുന്നതെങ്കിൽ ഇത്രയും ഉത്തരവാദിത്തത്തോടെയാണോ ഇപ്പോൾ MLA ആയിട്ടുള്ളൂ? ഇനി നാളെ മന്ത്രിയാവുകയാണെങ്കിൽ എന്തായിരിക്കും ആളുകളോടുള്ള, ഉദ്യോഗസ്ഥരോടുള്ള സമീപനം? കാരണം ഉദ്യോഗസ്ഥരെല്ലാം തങ്ങളുടെ അടിയാന്മാരാണ് എന്ന രീതിയിലൊക്കെ, അത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, അവർക്കും ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകില്ല. കാരണം അവരാരും തിരിച്ച് ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും നമ്മൾ ആ ബൈറ്റ് വേണമെങ്കിൽ ഒന്നുകൂടി എടുത്ത് കേട്ട് നോക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ. എനിക്കൊരു സംശയമില്ല, ഞാനത് ആവർത്തിച്ച് കേട്ടതാണ്. അതിൽ തിരിച്ച് അവരാരും ഒരു മോശം പദപ്രയോഗം പോലും നടത്തുന്നില്ല. മാത്രമല്ല, ഇവരുടെ ഈ വാഹനം പരിശോധിക്കുമ്പോൾ മറ്റു പാർട്ടിയിലെ ആൾക്കാർ ആരെങ്കിലും അവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും സമീപനം ഉണ്ടെങ്കിൽ ഇവർ ഈ ക്ഷോഭത്തോടെ ഇങ്ങനെ പറയുന്ന കാര്യത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും. കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ വന്ന് ഇവരെ കൂവി വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞതെങ്കിൽ ഇവർക്ക് ഞങ്ങൾ പ്രകോപിതരായതാണ് എന്ന് പറയുന്ന ആ വാദം നിലനിൽക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മനസ്സിലായില്ല എന്ന അഭ്യാസം വേണ്ട. അതായത് ഞങ്ങളെയൊന്നും തിരിച്ചറിയാത്ത ഒരാളും ഈ കേരളത്തിൽ വേണ്ട, എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങളെ അറിഞ്ഞിരിക്കണം
എന്നൊക്കെയുള്ള ഒരു താൻ പോരുമയും ധിക്കാരവുമാണ് നമ്മളവിടെ കാണുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാചകത്തിലൂടെ തന്നെ നമ്മൾ കേട്ടതാണ്. PV അൻവറിനെ രാഖി രാമാനം, അതായത് OLX-ൽ സ്ഥാനാർത്ഥിയുണ്ടോ എന്ന് ചോദിക്കുന്നു, M സ്വരാജിനെ ഇറക്കുന്നു. ആദ്യത്തെ വിവാദമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേത് PV അൻവറിന്റെ വീട്ടിൽ പാതിരാത്രി കയറി ചെല്ലുന്നു, ജൂനിയർ MLA എന്ന വിശേഷണം സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ നാണം കെട്ടി നിൽക്കുന്ന ഒരാൾ അടുത്ത ഷോയുമായി ഇറങ്ങിയതാണ്. അതെന്തായാലും നനഞ്ഞ പടക്കമായി മാറി. കാരണം റെഡ് അലർട്ടിലേക്ക് വന്നല്ലോ മലപ്പുറം. അപ്പോൾ നല്ല മഴയത്ത് ആ പടക്കം എന്തായാലും ചീറ്റിപ്പോയിട്ടുണ്ട്, നനഞ്ഞു പോയിട്ടുണ്ട്, അത് പൊട്ടിയിട്ടില്ല. പെട്ടിയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പാലക്കാട്ടെ പെട്ടി പോലെ നിലമ്പൂരിലും ഞങ്ങളുടെ പെട്ടി തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടിയിട്ടൊക്കെ ഇറക്കിയ ഒരു നാടകമായിട്ടാണ് എനിക്കതിനെ തോന്നിയത്. കാരണം ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ ഇത്രയും വലിയ രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കാതെ തന്നെ അത് പ്രതികരിക്കാമായിരുന്നു. ഞങ്ങളുടെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചത് എന്തിനാണ്? അല്ലെങ്കിൽ ഇപ്പോൾ അഷ്റഫ് അലിയൊക്കെ എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത്. മാത്രമല്ല PK ഫിറോസ് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. PK ഫിറോസിന്റെ വായിൽ നിന്ന് ഒരു മോശം വാചകം നിങ്ങൾ കേട്ടോ. അയാൾ MLA-യോ MP-യോ ഒന്നും ആയിട്ടില്ല, പക്ഷേ ഒരു രാഷ്ട്രീയ മാന്യത അയാൾക്കുണ്ട്. അയാളുടെ പാർട്ടി കൊടുത്ത മാന്യതയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ കോൺഗ്രസിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ കോൺഗ്രസിന് തന്നെ മറ്റു MLA-മാരുടെയൊക്കെ വാഹനങ്ങൾ പരിശോധിച്ചു. K രാധാകൃഷ്ണൻ MP-യുടെ വാഹനം പരിശോധിച്ചു. അങ്ങനെ ഈ ഔദ്യോഗിക വാഹനങ്ങളും അല്ലാത്തതുമായ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന സ്ഥലം എത്തുമ്പോൾ വടപുറം എന്താ നിങ്ങളുടെ പേര് ചോദിക്കുന്നുണ്ട്. MLA-നോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ് മാത്യു കൊഴുന്നാടെന്നാണ്. അതാണ് എല്ലാവർക്കും എല്ലാവരെയും അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു ശാഠ്യം പിടിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും അറിയുന്നത് പോലെ എല്ലാ MLA-മാരെയും, കോൺഗ്രസിന്റെ എല്ലാ MLA-മാരെയും, എല്ലാ MP-മാരെയും, എല്ലാ നാട്ടിലെയും എല്ലാ ജനങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കണം, എല്ലാ ഉദ്യോഗസ്ഥരും അറിഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ സംശയ നിവാരണം വരുത്തുക എന്നത് ആ പറയുന്ന ആളുടെ, അതായത് ആരാണോ മുന്നിൽ വന്ന് നിൽക്കുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ചോദിക്കുമ്പോൾ ഇപ്പോൾ അവരോട് തിരിച്ച് പേര് പറയുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? എന്ത് അഭിമാനക്ഷതമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ആ ഒരു താൻ പോരുമ, ഞാൻ എന്തോ വലിയവനാണ്, ഞാൻ എല്ലാവർക്കും മുകളിലാണ്, ഞാൻ ആ ഭാവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുന്നത്. എത്രയോ മാന്യമായി പെരുമാറാമായിരുന്നു. ഞാൻ ഒരിക്കലും ഷാഫിയിൽ നിന്നും രാഹുലിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം അവരൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളുകളാണെന്നാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇതാണ്. അല്ല, കുറച്ചുകൂടി, കാരണം പദവിയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ, കാരണം ഉത്തരവാദിത്വം, പക്വത, ഇതൊക്കെ ഓരോ പദവികളിൽ എത്തുമ്പോൾ വന്നു ചേരേണ്ടതാണല്ലോ. അപ്പോൾ ഒരു മാറ്റവും ഇവർക്കൊന്നും ഉണ്ടാകുന്നില്ല എന്നത് ഈ രണ്ടുപേരെയും തെരഞ്ഞെടുത്ത് വിട്ട വടകരയിലെ ലോക്സഭാ മണ്ഡലത്തിലെ ആളുകളും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ആളുകളും എന്തായാലും കാണുന്നുണ്ടാകും അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും. കാരണം നിലമ്പൂരിലാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള അലയലുകൾ ഉണ്ടാകേണ്ടത് അവരെ ജയിപ്പിച്ചു വിട്ട ആളുകളിലാണല്ലോ. അപ്പോൾ സർവീസിനുള്ള പാരിതോഷികം തരാം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഭീഷണിയാണ്. ആ ഉദ്യോഗസ്ഥനൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയാണ് ഈ പരിശോധനകൾ നടത്തുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സർവീസിനുള്ള പാരിതോഷികം ഞാൻ തരാമെന്നാണ് പറയുന്നത്, അല്ലാതെ പിന്നീട് അത് കൺവേർട്ട് ചെയ്ത് ജനങ്ങൾ തരാം എന്നതിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പാരിതോഷികം തരാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ച പാരിതോഷികം എന്താണ്? അടുത്ത മന്ത്രിസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്നാണോ? അങ്ങനെ സർവീസിലുള്ള പാരിതോഷികം അതാണ് ആ ഉദ്യോഗസ്ഥനെ ചൂണ്ടിക്കൊണ്ടാണെന്നേ പറയുന്നത്. അപ്പോൾ ആ പാരിതോഷികം എന്നുള്ളത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ചത്? ഇങ്ങനെയൊക്കെ വിരട്ടാനും വിലപേശാനും ഒക്കെയുള്ള സ്ഥലമല്ല കേരളം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായില്ല എന്ന അഭ്യാസം വേണ്ട. അതിനിടയിൽ CPM എന്ന വാക്കും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം ഇടതുപക്ഷമാക്കി CPM ആക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ CPM പറഞ്ഞിട്ട് ചെയ്യുകയാണ് എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. ഈ കാര്യത്തിൽ ഈ വാഹന പരിശോധന എന്ന് പറയുന്നത് അതിപ്പോൾ ആരായാലും, ആൻഡ്രോസാർ ആയാലും അവിടേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വാഹനത്തിന് ഡിക്കി തുറക്കാൻ ആവശ്യപ്പെടും, അതിനുള്ളിൽ എന്താണെന്ന് ചോദിക്കും. അങ്ങനെയുള്ള വാഹന പരിശോധനകളുമായി ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വാഹനമൊക്കെ നിർത്തി പരിശോധിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുമായി പൂർണ്ണമായി സഹകരിക്കുക എന്നുള്ളതാണ്. ഡിക്കി ഓപ്പൺ ചെയ്യാൻ അവർ പറയും. അപ്പോൾ ഡിക്കിയിൽ കൂടുതലായിട്ട് നമ്മളിപ്പോൾ 1-2 ബാഗുകളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള യാത്രകളാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, കാരണം ഞാനിപ്പോൾ കൊച്ചിയിലാണ്, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴേക്കും അവിടെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ. അപ്പോൾ എല്ലാ വാഹനങ്ങളും പരിശോധിക്കും. അതിൽ A എന്നോ B എന്നോ ഒന്നും വ്യത്യാസം കാണിക്കാതെ പരിശോധിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ചുമതല. അതവർ നിർവഹിക്കുമ്പോൾ അവർക്ക് പാരിതോഷികം തരാം, സർവീസിനുള്ള പാരിതോഷികം തരാമെന്ന് ഭീഷണിപ്പെടുത്താൻ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലും കേരളത്തിൽ എന്തായാലും വരേണ്ടതില്ല. കൃത്യമായി തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതേ സംവിധാനമാണ് കേരളത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിനും ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് സർക്കാർ സംവിധാനങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടെ. ഈ പറഞ്ഞ വാചകങ്ങളെക്കുറിച്ച്, ഈ പാരിതോഷികത്തെ പറ്റിയൊന്നും ആരും പറയുന്നില്ല. ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാവ് VD സതീശന്റെ പ്രതികരണം ഞാൻ ഇന്ന് എവിടെയും കണ്ടില്ല. എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ തിരുത്താം. അദ്ദേഹത്തിന് മൗനമാണ്. അദ്ദേഹമാണല്ലോ ഇവരുടെയൊക്കെ ഒരു എല്ലാ ഉപദേശങ്ങളും ഇവർക്ക് നൽകുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. അദ്ദേഹത്തിന്റെ പ്രതികരണം എവിടെയും കണ്ടില്ല. ഇക്കാര്യത്തിൽ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ രീതിയിലാണോ പെരുമാറേണ്ടത്? അവരെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായി മുദ്ര കുത്തുകയാണോ വേണ്ടത് എന്നതിലൊക്കെ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും. ഇവിടെ മന്ത്രിമാർ മണ്ഡലത്തിൽ തമ്പടിച്ച് വാഗ്ദാനം നൽകുന്നു എന്നതാണ് KPCC അധ്യക്ഷൻ
സണ്ണി ജോസഫ് പറഞ്ഞത് അതൊക്കെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. പോലീസിനെ അന്യായമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, KPCC അധ്യക്ഷനാണ് പറയുന്നത് പോലീസിനെ അന്യായമായി ഉപയോഗിക്കുന്നുവെന്ന്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയെ പറ്റി ചോദിക്കുമ്പോഴാണ് പോലീസിനെ വരെ അന്യായമായി ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പരാതി കൊടുക്കണമെന്നേ. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അങ്ങനെ ഒരു സംവിധാനമില്ലേ? എത്രയോ നല്ല അഭിഭാഷകരുള്ള മാത്യു കുഴൽനാടനൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. ഒരു പരാതി തയ്യാറാക്കാനായിട്ട് ഇത്രയ്ക്ക് താമസം വേണോ? ജ്യോതികുമാർ ചാമക്കാലയൊക്കെ ഉണ്ടല്ലോ അവിടെ. ഒരു പരാതി കൊടുക്കാമല്ലോ. അപ്പോൾ പറയും ഞങ്ങൾ അന്ന് കൊടുത്ത പരാതി ശരിയായില്ല, അതിലൊന്നും നടപടിയെടുത്തില്ല. അതുപോലെയല്ലോ ഈ പരാതി, നിങ്ങളെ അന്യായമായി വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിച്ചു, ഇൻസൾട്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിയെ അകാരണമായി തടഞ്ഞു നിർത്തി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കണമെന്നേ. ഇത് പരാതിയില്ല. പരാതിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ അവിടെ കാണിച്ചത് വെറും ഷോ ആണെന്നാണ്. പരാതിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ കാണിച്ചത് ഷോ ആണ് എന്ന് തന്നെയാണ്. ഇൻസൾട്ടായി തോന്നി എന്ന് നേതാക്കൾക്ക് പറയാൻ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ, ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾ നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഇൻസൾട്ടിന് അവർ പരാതി കൊടുക്കുകയാണ് വേണ്ടത്. ഈ പെട്ടി പരിശോധനയിൽ എന്ത് അത്ഭുതമാണുള്ളത് എന്നൊക്കെ MV ഗോവിന്ദൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. ഈ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിന് മറുപടി കോൺഗ്രസിന്റെ UDF സംവിധാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയണം. അനാവശ്യ വിവാദമാണ്. ഈ പെട്ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അത് പാളി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അനാവശ്യ വിവാദമാണ്. ഒട്ടും പാകതയില്ലാത്ത രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പോലും പാടില്ലാത്ത പ്രതികരണമാണ് ഇന്നുണ്ടായത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. നോക്കൂ, ഇതാദ്യമായിട്ടാണോ ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുന്നത്? ഞാൻ 2-3 കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാം. ഒന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും നമ്മൾ പോലും ചർച്ച ചെയ്തൊരു വിഷയമാണ്. രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചു. അതുപോലെ ചർച്ചയായി വരുന്ന ഘട്ടത്തിൽ BJP നേതാക്കൾ തിരിച്ച് വീണ്ടും ചില വീഡിയോ വിട്ടു. അവിടെ അമിത്ഷായുടെ, യോഗി ആദിത്യനാഥിൻ്റെ, എല്ലാ മുതിർന്ന നേതാക്കളുടെയും ഹെലികോപ്റ്ററുകളും വാഹനങ്ങളും ചെക്ക് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടെടുക്കുന്നില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ. ഇതവിടെ നടക്കുന്നൊരു രീതിയാണെന്നേ. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊരു ചെക്കിംഗ് ആവശ്യമാണ് എന്ന ഒരു നിലപാടിലേക്ക് എത്തിയത്? നമുക്കറിയാമോ, TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവുന്നതിന് മുൻപൊരു കാലവും TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയതിനു ശേഷവും മറ്റൊരു കാലവുമാണുള്ളത്. തിരഞ്ഞെടുപ്പിൽ മസിൽ പവറും മണി പവറും കൃത്യമായി ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ TN ശേഷൻ അത് ഒഴിവാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാര പ്രയോഗം പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൂപ്രണ്ട് ചെയ്യാനുള്ള, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുമുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഏജൻസി ആ അധികാരം ഉപയോഗിക്കുകയാണ്. ആദ്യത്തെ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലയ്ക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ ആ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നത് പോലെ ചട്ടപ്രകാരം നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ പ്രധാനമന്ത്രി എന്നില്ല, അതിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചിട്ടുണ്ട്, അമിത്ഷായുടെ കാറ് പരിശോധിച്ചിട്ടുണ്ട്. എന്തിനേറെ, നമ്മുടെ മുൻപിലുണ്ടല്ലോ 2024 മെയ് മാസത്തിൽ ബീഹാറിൽ സമസ്തിപൂരിൽ ക്യാമ്പയിൻ എത്തുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയേക്കാൾ വലിയ ആളാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ? 2024 ഏപ്രിൽ മാസത്തിൽ ഇവിടെ നീലഗിരിയിലെ താളൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജിൽ ക്യാമ്പയിൻ എത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നുണ്ട്. 2024 നവംബർ മാസത്തിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ എത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നുണ്ട്. അത് ആ സമയത്ത് ഹെലികോപ്റ്റർ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു, ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിലേക്ക് പോയി പരിശോധന നടത്തുന്നു. രാഹുൽ ഗാന്ധി അവരോട് ഇത് തുറന്ന് പരിശോധിച്ചിട്ട് പോയാൽ മതി, ഈ ബാഗ് നിങ്ങൾ തുറക്കൂ, ഈ പറയുന്ന നാടകങ്ങളും ഷോകളും ഒന്നും അവിടെ നടത്തിയില്ല. രാഹുൽ ഗാന്ധി പുഞ്ചിരിച്ച് ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി നേരെ അവിടെ തന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുന്ന നേതാക്കന്മാരെ പോയി കണ്ട് കൈ കൊടുത്ത് ശാന്തമായി പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഇതൊരു തിരഞ്ഞെടുപ്പ് വിവാദമായി മാറി. കാരണം പക്ഷപാതപരമായിട്ട് മറ്റ് ഹെലികോപ്റ്ററുകൾ പരിശോധിക്കുന്നില്ല. ആ സമയത്താണ് BJP മറ്റു ചില ദൃശ്യങ്ങൾ കൂടി പങ്കുവച്ചത്. അവിടെയാണ് അമിത്ഷായുടെ അടക്കമുള്ള ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന, അവരുടെ വാഹനങ്ങൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിൽ പണം മാത്രമല്ല ഒഴുക്കുന്നത്, ലഹരി ഒഴുക്കുന്നുണ്ട്, ആയുധങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ തടയുക എന്നുള്ളത്, മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനും അപ്പുറത്തേക്കുള്ള പോസ്റ്ററുകൾ, ക്യാമ്പയിൻ മെറ്റീരിയലുകൾ കൊണ്ടുവരുന്നത്, ഇതെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒബ്സർവർമാരെ നിയോഗിക്കുന്നത്, അതോടൊപ്പം തന്നെ ചെക്ക് പോസ്റ്റുകൾ നിയോഗിക്കുന്നത്. എങ്ങനെയാണ് ചെക്ക് പോസ്റ്റുകളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചെക്കിംഗ് നടത്തുന്നത്? പ്രധാനമായിട്ടും ഫ്ലൈയിങ് സ്ക്വാഡ്സിനെയും സ്റ്റാറ്റിക് സർവൈലൻസ് ടീംസിനെയുമാണ് ഇതിലൂടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നിലമ്പൂരിൽ കണ്ടത് അവിടെ സ്റ്റാറ്റിക് സർവൈലൻസ്
ടീംസാണ്. എന്താണ് സ്റ്റാറ്റിക് സർവൈലൻസ് ടീം? ഫ്ലൈയിങ് സ്ക്വാഡ് എന്ന് പറയുന്നത് നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം വാഹനങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരുണ്ടാവും. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവും, CRPFൻ്റെയോ BSFൻ്റെയോ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും. സർക്കാരിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ളൊരു ഉദ്യോഗസ്ഥനുണ്ടാവും, ഒരുപക്ഷെ ഒരു ഒബ്സർവർ ഉണ്ടാവും. ഇങ്ങനെയാണ് ഫ്ലൈയിങ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെയാണ് സ്റ്റാറ്റിക് സർവൈലൻസ് ടീം SST എന്ന ടീം പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 4 CCTV ക്യാമറ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏതെങ്കിലും വാഹനം ഈ SST ടീം പരിശോധിക്കാതെ പോയാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് അതിൻ്റെ കുഴപ്പമുണ്ടാവുക. ആ ഉദ്യോഗസ്ഥർ അതിന് റിപ്പോർട്ട് നൽകേണ്ടി വരും. ആർക്ക്? വരണാധികാരി കൂടിയായ കളക്ടർക്ക് നൽകേണ്ടി വരും, കളക്ടർ ഇലക്ഷൻ കമ്മീഷൻ നൽകേണ്ടി വരും. അപ്പോൾ ആ CCTVയിലൂടെ സമഗ്രമായിട്ടുള്ള സർവൈലൻസ് ഉറപ്പാക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ പരിശോധന നടത്തുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ആ വഴി കടന്നു പോകുമ്പോൾ, ആ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ പൗരന്മാരും തീർച്ചയായിട്ടും ആ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. 50,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ ക്യാഷുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ രേഖകൾ കാണിക്കണം. അതല്ലെങ്കിൽ ആ പണം പിടിച്ചു വയ്ക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് 51,000 രൂപയാണുള്ളത്, വേണ്ടി വന്നാൽ പിടിച്ചു വയ്ക്കാം. 2 ലക്ഷം രൂപയുമായി ക്യാഷുമായിട്ട് ഒരാൾ ആ മണ്ഡലത്തിലൂടെ കടന്നുപോയാൽ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ അത് പിടിച്ചു വയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ SST ടീമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതടക്കം പരിശോധിക്കുന്നത് ഈ SST ആണെന്നിരിക്കെ ഈ വിവരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നയാളാണ് ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നയാളല്ലോ. MLA ആയി പലകുറി ജയിച്ചു വന്നയാളാണ്, MP ആയി വടകരയിൽ നിന്ന് ജയിച്ചു വന്നയാളാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇത് പിണറായി വിജയൻ്റെ ഉദ്യോഗസ്ഥനല്ല, ഇത് നരേന്ദ്രമോദിയുടെ ഉദ്യോഗസ്ഥനല്ല എന്നത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന 2 ജനപ്രതിനിധികളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും ആ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, മാതൃകാ നേതാക്കൾ എന്ന നിലയിൽ. പക്ഷേ തികച്ചും അനാവശ്യമായി, പക്വതയൊട്ടുമില്ലാതെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുന്നുവെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന വണ്ണമാണ് ആ പ്രതികരണം നമ്മൾ കണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ ആ വീഡിയോ പലതവണ എടുത്ത് പരിശോധിച്ചു. പല ആംഗിളിൽ നിന്നുള്ള വീഡിയോ ഉണ്ട് നമുക്ക്. അതിൽ ഇവർ 4 പേരും അടങ്ങുന്ന വാഹനം, ഇന്നോവയാണെന്ന് തോന്നുന്നു, അത് വരുന്നു. ഡ്രൈവർ സീറ്റിൽ ഷാഫി പറമ്പിൽ ഇരിക്കുന്നു, വണ്ടി നിർത്തുന്നു, ഷാഫി പറമ്പിൽ പുറത്തിറങ്ങുന്നു. ആദ്യം ഷാഫി പറമ്പിലാണോ അല്ലെങ്കിൽ അവിടെ ആരാണുള്ളത് എന്നത് നോക്കി ടോർച്ച് അടിച്ച് ഓടിക്കുന്നു. ഇപ്പോൾ നേതാക്കൾ പറയുന്നത് ടോർച്ച് അടിച്ച്, രാത്രിയാണ്, 11 മണി കഴിഞ്ഞു, ആ വാഹനത്തിനുള്ളിൽ ആരാണ് എന്താണ് എന്ന് ഉദ്യോഗസ്ഥർ ടോർച്ച് അടിച്ചാണ് നോക്കുക, അതല്ലാതെ കമ്പടിച്ചല്ലല്ലോ, കുത്തിയല്ലല്ലോ നോക്കുന്നത്. അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കുന്നു. ടോർച്ച് അടിച്ച് നോക്കുന്നതിൽ തങ്ങൾക്ക് പെട്ടെന്ന് ഈഗോ ഹർട്ട് ചെയ്യുന്നു. അതൊക്കെ ഒരു ഈഗോ ഹർട്ടാണ്. ജനങ്ങൾ കൽപ്പിച്ച് നൽകുന്ന അധികാരം മാത്രമേ നിങ്ങൾക്കുള്ളൂ, എല്ലാ ജനപ്രതിനിധികൾക്കും. ഇപ്പോൾ നമ്മൾ ചാനലിൽ വന്ന് 10 വാചകം പറഞ്ഞുകൊണ്ട് നാട്ടുകാരെല്ലാം നമ്മളെ അറിയണമെന്നുള്ളൂ. നമ്മുടെ ആൾക്കാർ പോകുന്ന സമയത്ത് എല്ലാ രേഖകളും ചോദിക്കും. ഇതെല്ലാം ഊരി വെച്ച് നമ്മൾ രേഖകളുമായിട്ട് അവിടെ ചെല്ലും. രേഖകളില്ലെങ്കിൽ നമ്മൾ പിഴയടച്ചു പോകും. അതാണ് രീതി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാ പൗരന്മാർക്കും ഒരൊറ്റ നിയമം നിലവിലിരിക്കുന്ന രാജ്യമല്ലേ. അവിടെ എന്താണ് ജനപ്രതിനിധിക്ക് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രത്യേക പ്രിവിലേജ് ഉള്ളത്? അവിടെയാണ് ഷാഫി പറമ്പിൽ ആദ്യത്തെ പിഴവ് പറ്റിയത്. ശരി, ഷാഫി പറമ്പിൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം എല്ലാവരോടും പറഞ്ഞു ഡിക്കി തുറക്കണമെന്ന് പറയുന്നു. ഡിക്കി തുറക്കുന്നു. അതിനുശേഷം ബാഗ് തുറക്കണമെന്ന് പറയുന്നു. ആ സമയത്താണ് സ്ക്രിപ്റ്റ് ആരംഭിക്കുന്നത്. ബാഗ് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈഗോ ഹട്ടായി. ബാഗ് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈഗോ ഹട്ടായപ്പോൾ പിന്നീട് എന്താ ചെയ്യുന്നത്? അതൊരു നാടകമായി മാറുന്നു. അപ്പോൾ ബാഗ് എല്ലാം എടുത്ത് പുറത്തു വയ്ക്കുന്നു ഷാഫി പറമ്പിൽ. അപ്പോൾ ആദ്യം വന്ന നരേഷൻ എന്ന് പറയുന്നത് ബാഗ് എടുത്ത് പുറത്തു വയ്ക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്നാണ്. പക്ഷേ ഇപ്പോൾ ആ രേഖയിൽ നിന്ന് ഷാഫി പറമ്പിൽ തന്നെ പറയുന്നത് ബാഗ് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ചില്ലേ എന്നാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ തന്നെ ബാഗ് എടുത്ത് പുറത്തു വയ്ക്കുന്നു. പുറത്തെടുത്ത് വയ്ക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത് വേണ്ട, മതി, നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെയാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിക്കി തുറന്ന് പരിശോധന. നമ്മുടെയൊക്കെ എത്രയോ തവണ വാഹനം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുടുംബസമേതം പോകുമ്പോൾ പോലും, സാധാരണ സ്ത്രീകളുമായിട്ട് പോകുമ്പോൾ, കുട്ടികളുമായിട്ട് പോകുന്ന സമയത്തൊക്കെ ഇവരാദ്യം സാധാരണ പോലീസ് ചെക്കിങ്ങിലൊക്കെ ആണെങ്കിൽ കാര്യമായ പരിശോധന അവർ നടത്താറില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ സമയത്ത് പോലും ഡിക്കി തുറന്ന് ബാഗ് ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ബാഗ് തുറന്ന് പരിശോധിക്കും. അതല്ലെങ്കിൽ ബാഗിലൊന്ന് തൊട്ട് നോക്കി പോകും. പക്ഷെ ഒരിക്കലും അവർ നേരിട്ട് തുറക്കാറില്ല. കാരണം നമ്മളെ കൊണ്ട് വിളിച്ചാണ് ഇവർ തുറപ്പിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് നമ്മളുടെ ബാഗ് തുറക്കാൻ കഴിയില്ല. അവർ തുറക്കില്ല. നമ്മളോട് തുറക്കാൻ പറയണം. കാര്യം ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ബാഗിനുള്ളിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് കണ്ടെത്തിയാൽ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ചിത്രീകരിക്കുന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ പ്രകാരം ഉദ്യോഗസ്ഥർ തുറന്നാൽ ഉദ്യോഗസ്ഥരാണ് അതിലിട്ടത് എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ട് സ്വന്തമായിട്ട് തുറപ്പിക്കുകയാണ് ചെയ്യുക. അതാണ് രീതി. അത് MP ആണെങ്കിലും MLA ആണെങ്കിലും സാധാരണ പൗരനാണെങ്കിലും ആ നിയമത്തോട് കീഴ്പ്പെട്ട് തന്നെ അത് തുറന്നു വെക്കണം. എന്തിന് ഇവിടെ എന്താ സംഭവിച്ചത്? അപ്പോഴേക്ക് പിന്നെ നാടകമായി. മര്യാദയ്ക്ക് പരിശോധിക്കൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ കാര്യങ്ങൾ പരിശോധിക്കണം, പരിശോധിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുകയാണ്. എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് പോകണം. അങ്ങനെ ഒരു അവസ്ഥയില്ല. ഇത് സ്റ്റാറ്റിക് സ്ക്വാഡിന്റെ പ്രവർത്തനം ഇവർക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെ രേഖാമൂലം എഴുതി കൊടുക്കുന്ന ഒരു രീതിയില്ല. അതേതെങ്കിലും നമ്മുടെ മുറിയിലോ മറ്റേതെങ്കിലും തരത്തിൽ പരിശോധന നടത്തുന്ന സമയത്താണ്. പൊതുനിരത്തിൽ പരിശോധന നടത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് വരുന്ന വണ്ടിക്കാർക്ക് മുഴുവൻ റെസീറ്റ് എഴുതി സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്നൊരു കാര്യമില്ല.
ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ആളല്ലേ ഷാഫി പറമ്പിൽ? അതും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ ടാഗ് ഐഡന്റിറ്റി കാർഡുമായി മുന്നിൽ നിന്ന് പരിശോധന നടത്തുമ്പോൾ അവിടെ മനഃപൂർവ്വം ഒരു ഷോ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അനാവശ്യമായി കയറി തട്ടിക്കയറുകയാണ്. നിന്റെ എത്ര തവണയാണെന്നറിയാമോ ആ വാചകം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്? നീ CPM പണിയെടുത്താൽ മതി. ആ ഉദ്യോഗസ്ഥൻ ഇതെല്ലാം വളരെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയൊരു ഉദ്യോഗസ്ഥനാണേ, ആ കളക്ടർ ചുമതലപ്പെടുത്തിയൊരു ഉദ്യോഗസ്ഥനാണേ. അതിനു ശേഷം പറയുന്ന വാചകമാണ് നിന്റെ സർവീസ് പാരിതോഷികം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം, നിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കളയൂടാ എന്ന് പറയുന്ന പഴയ കാലത്തെ സിനിമയിലെ ഗുണ്ടാ നേതാക്കന്മാരുടെ ലാംഗ്വേജ് ഉണ്ടല്ലോ. നിന്നെ കാണിച്ചു തരാം, നിന്നെ സസ്പെൻഡ് ചെയ്ത് കളയും, നിന്നെ കാസർകോട്ടേക്ക് അടിച്ചു കളയും കേട്ടോ എന്ന് പഴയ കാലത്തെ ബാലങ്കൻ നായരുടെ സിനിമയിൽ പറയുന്ന ഡയലോഗാണ് ഇവിടെ മറ്റൊരു സർവീസ് പാരിതോഷികം എന്ന് പറഞ്ഞു. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു യുവ MLA-യിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണോ ഇത്? അങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ല. അതിനുശേഷം അത് തരാം എന്നാണ് പറയുന്നത്, സർവീസ് പാരിതോഷികം തരാം. ഇന്നൊരു പകൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് ജനങ്ങൾ തരുമെന്നാണ് പറഞ്ഞത്. ജനങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥന് സർവീസ് പാരിതോഷികം നിശ്ചയിക്കാൻ നമ്മുടെ നാട്ടിൽ വകുപ്പുണ്ടോ? ജനങ്ങൾക്ക് എന്താ തീരുമാനിക്കാൻ കഴിയുക? അത് പാർട്ടിക്കല്ലേ നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കല്ലേ നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്? സ്ഥാനാർത്ഥിയല്ലേ ജയിച്ചു വരുന്നത്? പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA-യുടെ മനസ്ഥിതി ഇതാണെങ്കിൽ ഭരണപക്ഷത്തെത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുകയും എന്നെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. ഇതാരാണെങ്കിലും, ഇത് CPM ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, ഒരു ജനപ്രതിനിധിക്ക് ഒരിക്കലും ഭൂഷണമല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകളാണ് ആ വാക്കിൽ നിന്ന് വന്നത്. അത് നമ്മൾ കേരളം തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. ഇനി ഇതിൽ ഇവർ മാത്രമാണോ പരിശോധന നടത്തിയത്? അല്ല, ലിസ്റ്റ് ഞാൻ തരാം. അബ്ദുൾ വഹാബ് MP വാഹനം പരിശോധിച്ചു. K. രാധാകൃഷ്ണൻ MP വാഹനം പരിശോധിച്ചു, ഡിക്കി തുറന്ന് പരിശോധിച്ചു. M. ലിജു വാഹനം പരിശോധിച്ചു. AP അനിൽകുമാർ വാഹനം പരിശോധിച്ചു. VP സാനു വാഹനം പരിശോധിച്ചു. V. അബ്ദുറഹ്മാൻ MLA LDF വാഹനം പരിശോധിച്ചു. PK ബിജു LDF വാഹനം പരിശോധിച്ചു. ഷാഫി പറമ്പിൽ MP UDF വാഹനം പരിശോധിച്ചു. മാത്യു കുഴൽനാടൻ MLA UDF വാഹനം പരിശോധിച്ചു. ഷോൺ ജോർജ് BJP വാഹനം പരിശോധിച്ചു. EN മോഹൻദാസ് LDF വാഹനം പരിശോധിച്ചു. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതിൽ എന്താ ന്യായം? അപ്പോൾ ആ വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല, അനാവശ്യമായ ഒരു ഷോ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കതിലുള്ള കൺസേൺ. ഈ മാതൃകാപരമായി സാധാരണ പൗരന്മാരോട് തിരഞ്ഞെടുപ്പിലെ ചട്ടങ്ങൾ പാലിക്കണം എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട, അത്തരം പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, രാഷ്ട്രീയ വിനിമയം നടത്തേണ്ട, രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കേണ്ട നേതാക്കൾ തന്നെ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയത് അത്യന്തം മോശമായി പോയി എന്ന് മാത്രമല്ല, നമ്മളത് അവരുടെ ഭാഗത്തു നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ചെയ്ത കുറ്റങ്ങളോ? കേസ് കൊടുത്താൽ IPC 186 ഒബ്സ്ട്രക്റ്റിംഗ് പബ്ലിക് സർവൻറ്റ് ഫ്രം പെർഫോമിംഗ് ഓഫീഷ്യൽ ഡ്യൂട്ടീസ്, ഔദ്യോഗിക കൃത്യനിർവഹണം ചെയ്യുന്നതിൽ നിന്നുള്ള തടസ്സപ്പെടുത്തൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. IPC 353 അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് യൂസ്ഡ് ടു ഡിറ്റർ പബ്ലിക് സർവൻറ്റ്സ് ഫ്രം ഡ്യൂട്ടി, ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ്? സർവീസ് പാരിതോഷികം തരാം. ഇപ്പൊ BNS ആയി. ദെൻ പഴയ നിയമം അനുസരിച്ച് ഇന്റൻഷണൽ ഇൻസൾട്ട് ഇന്റൻഡഡ് ടു പ്രൊവോക്ക് ബ്രീച്ച് ഓഫ് പീസ് എന്നുള്ളത്, ക്രിമിനൽ ഇന്റിമിഡേഷൻ ബൈ ത്രട്ടനിങ് ഹാം ഓർ കൊയിഷൻ എന്നുള്ളത് തീർന്നില്ല. ദെൻ സ്റ്റേറ്റ്മെന്റ്സ് കോസിംഗ് ഫിയർ ഓർ അലാം ടു പബ്ലിക് സർവൻറ്റ്സ് ഡിറ്ററിങ് ഡ്യൂട്ടി എന്നുള്ളത്. അതാണ് പറഞ്ഞത്. നിനക്ക് പാരിതോഷികം തരാം എന്ന് പറയുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ കാര്യം കൃത്യമായി ചെയ്ത ഉദ്യോഗസ്ഥന് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ പാരിതോഷികമാണ് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് വളരെ നിർഭാഗ്യകരമായ കാര്യമായി പോയി. അത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ കളങ്കമായി മാറുകയാണ്. അതുകൊണ്ടാണ് VD സതീശന് പോലും അക്കാര്യത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളതാണ്. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ എന്താണെന്ന് കണ്ടറിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ മാസം മെയ് മാസം 27-ാം തീയതി ഒരു പോസ്റ്റ് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. എന്താണെന്നറിയാം പോസ്റ്റ്? പ്രമുഖ പാർട്ടി സിറ്റിംഗ് സീറ്റിലേക്ക് ആരാണ് OLX-ൽ ആളെ അന്വേഷിക്കുന്നു പറഞ്ഞു ഫസ്റ്റത്തെ പോസ്റ്റ്. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ സ്വരാജിനെ അന്വേഷിക്കും, ബലിയാടെ അന്വേഷിച്ച് നടക്കാത്ത എന്ന് പറഞ്ഞ രണ്ടാമത്തെ പോസ്റ്റ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ സ്വരാജ് അവിടെ മത്സരിക്കാൻ വന്നു. അതാണല്ലോ ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത്. തുടങ്ങിയത് അങ്ങനെയാണ്. അവിടെ രണ്ട് സ്ഥലത്തിൽ കോൺഗ്രസിൽ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഒന്ന് റിയൽ പ്രവർത്തനവും ഒന്ന് റീൽ പ്രവർത്തനവും. അവിടെ കുറച്ച് റീലിന് വേണ്ടി കുറച്ച് നേതാക്കന്മാർ പണിയെടുക്കുന്നുണ്ട്, കുറച്ച് റിയലായിട്ട് കുറച്ച്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ അബിൻ വർക്കി പോലെ, CR മഹേഷ് പോലുള്ള വളരെ സാധാരണക്കാര ജനങ്ങളിലേക്ക് ഇടപെട്ട് വലിയ ജനങ്ങളിലേക്ക് 50 ശബരിനാഥ് 50-60 വീടുകളിലൊക്കെ ഒരു ദിവസം കയറി. മലയോര മേഖലയാന്ന് ഓർക്കണം. ഒരു വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ ഏകദേശം 100-300 മീറ്റർ അപ്പുറമാണ് അടുത്ത വീട്. ഞാൻ അടുത്ത വീട്ടിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഞാനൊരു ഈ ചാണ്ടിയുമ്മൻ്റെ ഒരു വീഡിയോ കാണുമായിരുന്നു. അതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു തൊഴിലുറപ്പ് പണിക്കാരെടുത്ത് ചെന്നിട്ട് ആരാണ് തൊഴിലുറപ്പ് കൊണ്ടുത്തന്നത് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചിട്ട് പഠിപ്പിക്കുകയാണ്. തൊഴിലുറപ്പ് പ്രവർത്തകരെ ഇന്ദിരാഗാന്ധിയുടെ കാലം തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത് റിയൽ വർക്ക് എന്ന് പറയുന്നത്. മറ്റേ പണി എന്ന് പറയുന്നത് ഇപ്പോൾ റീൽ വർക്കാണ്. അപ്പോൾ റീൽ വർക്കിൻ്റെ പണി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഓപ്പൺ ജീപ്പിൽ കയറിയിരിക്കുക, ഫോട്ടോ എടുക്കുക, അത് കഴിഞ്ഞ് ഇറങ്ങുക, അതിന്
അതിനൊരു സെറ്റ് ഉണ്ടാക്കുക, ഒരു 3-4 ക്യാമറ ആൾക്കാർ, വിഷ്വൽ എടുക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. അപ്പം ഇവരുടെ ഭാഗത്ത് എല്ലാവരും സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൗഡുള്ള സ്ഥലത്തേക്ക് നേരെ വരിക. അപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സിനിമാ നടന്മാരൊക്കെ വരുമ്പോൾ ഒരു വലിയ ആരവം ഉണ്ടാവില്ലോ. അതുപോലെ തന്നെ എല്ലാവരും വന്നതിന് ശേഷമേ ഇവർ വരുള്ളൂ കേട്ടോ. ആദ്യം വന്നത് ഒരു കൂട്ടുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരും വന്നതിന് ശേഷം വന്നിട്ട് ഈ റീലൊക്കെ എടുത്തിട്ട് റീലിങ്ങനെ പറപ്പിക്കും ആകാശത്ത് കൂടെ. അപ്പം ഞാനാണ് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം ഇത് റിയലാണെന്നും. അവരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരല്ല അവരുടെ മുന്നിലുള്ളത്. അവരെ സംബന്ധിച്ച് കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാൻ വലിയ നേതാവാണ്, ഞാൻ വലിയ സംവിധാനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് തോന്നിക്കില്ല മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, അവരത് അവിടെ നല്ല രീതിയിൽ ചെയ്യും എന്നുള്ളതാണ്. അതേ പ്രവർത്തനം അല്ലല്ലോ പാലക്കാട് നടത്തിയത്. പാലക്കാട് നിൽക്കാതെ ഓടുകയായിരുന്നില്ല. ഈ റീൽ പ്രവർത്തനം നമ്മൾ പാലക്കാട് കണ്ടില്ല. ഇവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഓട്ടമായിരുന്നു. സമയമില്ല, ഒരു ബൈറ്റിങ് വെച്ച സമയമില്ല, ഓടുകയാണ്. അപ്പോൾ ആ പ്രവർത്തനം ഇവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ ഭയങ്കര കൂളായിട്ട് 2 പേര് ഒരു കാറ് വരുന്നു, കാറിൽ റീലെടുക്കുന്നു. അത് കഴിഞ്ഞ് ജീപ്പ് വരുന്നു, ജീപ്പിൽ റീലെടുക്കുന്നു. അത് നടന്നു വരുന്ന റീല്, ഇരിക്കുന്ന റീല്, ചായ കുടിക്കുന്ന റീല്, അങ്ങനെ വലിയ അങ്ങനെ റീൽ പ്രവർത്തനം നടന്നതോടുകൂടി ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാം. കോൺഗ്രസ്സിൽ അവിടെ 3 വിഭാഗമാണ്. ഒന്ന് റീൽ, ഒന്ന് റിയൽ, പിന്നെ എന്താണ് നിങ്ങൾ കൊണ്ട് നശിപ്പിച്ചു എന്ന് പറയുന്ന കുറേ നേതാക്കന്മാരും. ഇതാണ് അവരുടെ സംവിധാനം. ഞാൻ നേരത്തെ പറയുന്നുണ്ട്, കോൺഗ്രസ്സിനെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ടടിച്ചത് അഹങ്കാരവും ഇവരുടെ ഈഗോയും മാത്രമാണ്. തുടക്കം തുടങ്ങി ഞാൻ പറയും, തുടക്കം തുടങ്ങി ഈ സമയം വരെ അഹങ്കാരം ഈഗോയാണ്. ഇവരെന്തിനാണ് ഒരു പോലീസ് ഒരു പിന്നെ ഇലക്ഷൻ ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ തട്ടിക്കയറേണ്ട കാര്യം? നോർമലി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈ ബൈ ഇലക്ഷൻ നടക്കുന്ന മണ്ഡലത്തിലേക്ക് എൻട്രി ചെയ്യുന്ന ഗേറ്റിൽ 4 CCTV ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. ഈ നിലമ്പൂർ ഇലക്ഷൻ റോഡിൻ്റെ സൈഡിലാണ് പറയുന്നത് 4 CCTV. അത് മോണിറ്റർ ചെയ്യാൻ വേറെ ഉദ്യോഗസ്ഥന്മാർ വേറെ ഓഫീസിലിരിക്കുകയാണ്. ഏത് വാഹനങ്ങളാണ് ഈ പറയുന്ന CCTVൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിന് വലിയ രീതിയിലും പ്രവർത്തനമാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചത് 9,000 കോടി രൂപേൻ്റെ പൈസ, അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളുമാണ്. മദ്യം, മയക്കുമരുന്ന്, കള്ള്, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പണം 800 കോടി രൂപയിൽ അതാണ് ഒരു പിന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ പിടിച്ചെടുത്തത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ഇതൊക്കെ ആരാ പിടിച്ചെടുത്തത്? അന്ന് BJP കേന്ദ്രം ഭരിക്കുന്നു വിചാരിച്ചിട്ട് പിടിച്ചെടുക്കായിരുന്നില്ലല്ലോ. കോൺഗ്രസ്സാണ് നേതാക്കന്മാർ പിടിച്ചെടുക്കായിരുന്നില്ലല്ലോ. പിടിച്ചത് മുഴുവൻ അങ്ങനെയാണ് നേതാക്കന്മാരുടെ കയ്യിൽ മുതിർന്ന ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തല്ലേ പണം ഉണ്ടാവുള്ളൂ. അല്ലാതെ സാധാരണക്കാരുടെ അടുത്ത് പോകണേനും ഈ പറയുന്ന തൂമ്പപ്പണി എടുക്കുന്നവൻ്റെ അടുത്തും അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ അടുത്തൊന്നും പണം ഉണ്ടാവില്ലോ. പണം ഉണ്ടാകുന്നത് എന്താണ്? ഈ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നവരാണ്. അവരെയാണ് ചെക്ക് ചെയ്യുക. ഇപ്പം ഷാഫി പറമ്പിൽ അവിടെ ചാർജ് ഉണ്ടാവില്ലേ, അവിടെ രാഹുൽ മാങ്കുട്ടത്തിന് ചാർജ് ഉണ്ടാവില്ലേ, അവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വേണ്ടി ചാർജ് ഉണ്ടാവില്ലേ? അതുകൊണ്ടാണല്ലോ ഈ നേതാക്കന്മാരെ ഒക്കെ സെർച്ച് ചെയ്തത്. എന്തിനാണ് അബ്ദുൾ വഹാബ് MPയെ സെർച്ച് ചെയ്തത്? എന്തിനാണ് പിന്നെ രാധാകൃഷ്ണൻ MPയെ സെർച്ച് ചെയ്തത്? എന്തിനാണ് V അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററെ ചെക്ക് ചെയ്തത്? എന്തിനാണ്? ഇപ്പോൾ ഇവരൊക്കെ ചെക്ക് ചെയ്തോറും ഇവരിലൊക്കെ പണം ഉണ്ടോ എന്ന് പറയുന്നത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഉദ്യോഗം. അല്ല അതവിടെ പോകുന്ന സാധാരണ സൈക്കിളിൽ പോകുന്നവരെ പിടിച്ചു നിർത്തി ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരെ ഇവരുടെ ഈഗോയാണ്. ഇവരെന്ത് എത്ര പ്രാവശ്യം അരുൺ സാർ നേരത്തെ പറഞ്ഞില്ലേ, നിന്റെ എന്ന് ഇവരാരാന്ന് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒന്നിന് പ്രായത്തിന് ബഹുമാനം കൊടുക്കണ്ടേ? ഇത്രയും വരെ ഉദ്യോഗസ്ഥനല്ലേ, ഇത് തടഞ്ഞു നിർത്തി ചോദിക്കാൻ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാന്നുള്ള ബോധം വേണ്ടേ ഇവർക്ക്? എന്ത് മര്യാദേൻ്റെ പേരില്ല. ഞാൻ അങ്ങനെ വലിയ മര്യാദയൊന്നും ഇതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെന്നേ ഞാൻ പറയൂ. എവിടെ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് എന്തേ കോൺഗ്രസിന് മുതിർന്ന നേതാക്കന്മാർ എവിടെ പോയി? ഒരു നേതാക്കന്മാരെ ശക്തമായി പ്രതികരണം കണ്ടോ? ഇല്ല, സണ്ണി ജോസഫ് ഭീഷണിയെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചട്ടുക മൂല്യം എന്താണ്? ഈ പറയുന്ന സംവിധാനം മുഴുവൻ പാർട്ടി സംവിധാനത്തിൽ ഏത് പാർട്ടി സംവിധാനം ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ വീട് കയറി ഇറങ്ങുക, മനസ്സിലായല്ലോ. VD സതീശൻ്റെ വീട് കയറി ഇറങ്ങുകയാണ്. ഇവർ കാണിക്കുന്ന സംവിധാനം. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഈ പറഞ്ഞ റീൽ സംഘം കൊണ്ട് നശിപ്പിച്ചു എന്നുള്ളതാണ് ആ ശൈലി എന്നുള്ളത്. ഓരോ സംവിധാനം ഓരോ സമയത്തും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ? നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കാൻ കോൺഗ്രസിനെ കൊണ്ട് ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? ഇവരുണ്ടാക്കുന്ന വിവാദങ്ങളുടെ പുറകെ പോവുകയാണ് കോൺഗ്രസ്. വിവാദങ്ങൾ കോൺഗ്രസ്സാണ്. ഇന്ന് VD സതീശൻ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല പത്രക്കാരുടെ മുമ്പിൽ. എന്തുകൊണ്ടാണ് പത്രക്കാർ മിണ്ടാൻ പറ്റുന്നറിയോ? ഈ ചോദ്യത്തിന് മറുപടി ഇല്ലാന്നേ. ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ടേ? മറുപടി പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുണ്ടാക്കുന്ന വിവാദത്തിന് മേലിൽ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പറയുന്നതറിയോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണശേഷി, ആ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നഷ്ടപ്പെടുന്നത്? ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനങ്ങൾക്ക് അധികാരി സമരം നടത്തുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മറ്റേ ആ പയ്യൻ മരിച്ചല്ലോ, ഷോക്കേറ്റിട്ട് അനന്ത് മരിച്ചല്ലോ. അനന്ത് മരിച്ചത് അന്ന് രാത്രി നടന്ന സംഭവം എന്താ? അന്ന് രാത്രി ഈ റീലിന് വേണ്ടിയുള്ള സാധനമാണ്. അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സാധനം പൊട്ടിപ്പുറപ്പെടുകയല്ലോ. അവിടെ എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്തിനു വേണ്ടി സംഭവിച്ചു എന്നുള്ളതിന് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് പ്രവർത്തനമല്ല. സെക്കൻഡ് കൊണ്ട് ഇറങ്ങുകയാണ്. സെക്കൻഡ് കൊണ്ട് ഇറങ്ങിയിട്ട് ഈ ഇലക്ഷനെ പിടിച്ചെടുക്കുക, ഇലക്ഷനെ കൈകാര്യം ചെയ്യുന്നില്ല. അങ്ങനെയൊന്നുമല്ലല്ലോ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ്. പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് നിങ്ങൾ എത്ര റീല് കണ്ടു, എത്ര ബൈറ്റ് കണ്ടു? ഈ പത്രത്തിൽ നമ്മുടെ TV നമ്മളിവിടെ ചാനൽ 10-15 ദിവസമായല്ലോ ഇത് തുറന്നു വെച്ചിരിക്കുന്നു. എത്ര ബൈറ്റ് ചാണ്ടി ഉമ്മൻ്റെ ഇതിനകത്ത് പോയി, എത്ര അബിൻ വർക്കീൻ്റെ പോയി, എത്ര ശബരിനാഥൻ്റെ പോയി,
എത്ര ഏകദേശം 35-40 MLA-മാർ അവിടെ ഉണ്ട്. എത്ര പേരുടെ പോയി? അതുപോലെ തന്നെ 10-20 MP-മാർ MLA-മാരെ ലീഗിന്റെ നേതാക്കന്മാരില്ലേ? പോലും ഇന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവരൊക്കെ വീട് കയറി ഇറങ്ങുമ്പോൾ ഈ 3-4 സംഘം നടത്തി കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് മുഴുവൻ ഇത്രയും വലിയൊരു പാർട്ടി ഇത്രയും വലിയ ശക്തമായി ഇന്നലെ നമ്മുടെ ബൈറ്റിൽ തന്നെ കെ മുരളീധരൻ എന്താ പറഞ്ഞതെന്നറിയോ? കെ മുരളീധരൻ പറഞ്ഞത് ജനങ്ങളുള്ളിൽ ഫേസ്ബുക്കിലല്ല ജീവിക്കേണ്ട, ജനങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തിക്കുകയാണ് നേതാക്കന്മാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ആരുടെ നേതാവാ? കോൺഗ്രസിൻ്റെ നേതാവാണ് പറയുന്നത്. ഞാൻ അന്നേ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട്, ഈ CPM-ന്റെ സൈബർ അണികളെല്ലാം അടങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് കോൺഗ്രസ്സുകാർ ഞങ്ങളാണ് വലിയ ആളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇറങ്ങി അടിക്കുന്നത് താങ്ങാനുള്ള ശേഷി കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് ഞാൻ ഒരു 2-3 മാസം മുന്നേ പറഞ്ഞതാണ്. കാരണം അന്നേരം സമയത്ത് അവരെന്താണ്, അവരെ കയ്യിൽ ഭരണമുണ്ട്, അവർ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ അടങ്ങിയിരിക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ അവരൊന്നും ഈ പറയുന്ന സൈബർ വിഭാഗങ്ങളൊന്നും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രതികരിക്കാത്തത് കണ്ടിട്ട് ഇതൊന്നും ഇല്ല, ഇതൊക്കെ കേരളത്തിൽ നശിച്ച് നാനാകല്ല് പിടിച്ചു പോയി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോൾ വന്ന നേതാക്കന്മാരുണ്ട്. 10-15 K ഉള്ള വലിയ ആൾക്കാരാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന് 10-15 K മാത്രം ലൈക്കുള്ള പേജുള്ള ആൾക്കാരാണ് ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത്രയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് എന്താ പറയുക, ഞാനാണ് ഈ പറയുന്ന വലിയ സംവിധാനം എന്ന് വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് സംഭവിച്ചു? അതിനനുസരിച്ച് ഇവരുടെ ഷോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് ഒരെണ്ണം ഷെയർ ചെയ്യുന്നത് കാണപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ഷോകൾ ഏതെങ്കിലും ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ? അതിലൊന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തറിയോ? ഈ പറയുന്ന റീലുകളിൽ ഒന്നും ഈ പറയുന്ന സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റീല് മുഴുവൻ ചിത്രീകരിക്കുന്നത്? അവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ പറഞ്ഞ റീലുകളിലൊന്നും സ്ഥാനാർത്ഥിയില്ല. ഈ പറഞ്ഞ ആര്യാടെ ഷൗക്കത്തിനെ നിങ്ങൾ എത്ര റീലിൽ കണ്ടു? അപ്പോൾ ഞാൻ പറയുന്നത് സ്വന്തമായിട്ട് ക്യാമറ ടീമെയും ഫോട്ടോ എടുക്കാൻ ആളെയും ഇത് റീലിൽ ചിത്രീകരിക്കാനായിട്ട് മുന്നോട്ടിറങ്ങുകയും ഇതിനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ നല്ല രീതിയിൽ നടക്കണം, ഇലക്ഷൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ വരണം, ഇതിന് പ്രവർത്തിക്കാൻ കഴിയണം. ഈ പ്രവർത്തിക്കുന്നതോടുകൂടി 2026 ഇലക്ഷൻ നമുക്ക് തിരിച്ചു പിടിക്കണം. എന്താ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയോ? ഞാനിപ്പോൾ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ്റെ. അതിൽ പറയുന്നത്, നിങ്ങൾ ഈ ഇലക്ഷൻ എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് അടുത്ത 27 100 സീറ്റ് ഉറപ്പ് തരാം. ഇത് തന്നിട്ട് വേണം അടുത്തത്. ആ ബോധം ഇവർക്കുണ്ടായിരുന്നു, ഈ കളി കളിച്ചില്ല. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ സീറ്റ് എനിക്ക് തരൂ, അടുത്ത സീറ്റിൽ ഞാൻ 2026 100 സീറ്റ് നിങ്ങൾക്ക് തരാം. ഈ 100 സീറ്റ് തരണമെങ്കിൽ ഇതായ്മ കിട്ടണ്ടേ? ഇത് കിട്ടിയിട്ടില്ല 100 ഇല്ല എന്നർത്ഥം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗിൻ്റെ ഒരു MP ഉണ്ടായിരുന്നല്ലോ, PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കൂടെയും ഈ പറഞ്ഞ K കരുണാകരൻ്റെ കൂടെയും K മാണീൻ്റെ കൂടെയൊക്കെ ഉയർന്നു നിന്ന് ഒരു തലപ്പൊക്കമുള്ള നേതാവല്ലായിരുന്നോ? ആ നേതാവിന് ഇടിച്ചിരുത്തിയ ആരാ? ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ലേ? അവർക്ക് അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യം ഈ കേരളത്തിൽ ഈ പറഞ്ഞ ഇലക്ഷന് കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിന് വരുമായിരുന്നോ? ഈ വരുന്ന അവസ്ഥ വരുമായിരുന്നു. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞാൻ അത് വലിയ നേതാക്കൾ തുടങ്ങി താഴേക്കാണ് കേട്ടോ. ഏറ്റവും മുതിർന്ന നേതാവ് തുടങ്ങിയിട്ട് താഴേക്ക് ഞാൻ അതിൻ്റെ ഏറ്റവും താഴെയുള്ള നേതാവിൻ്റെയാണ് അടുത്ത ഞാനിപ്പോൾ കേട്ടത്. നിനക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ തരാം. അപ്പം ഈ പറയുന്ന ശൈലിയിലേക്ക് ഇത് മൊത്തം ഇടിഞ്ഞു വീഴുകയാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്താണ് ശരിക്കും വേണ്ടത്? നിലമ്പൂർ എന്താ ശരിക്കും വേണ്ടത്? ജനങ്ങൾക്ക് പറ്റിയൊരു പ്രതിപക്ഷം വേണം. അത് ഭരണപക്ഷമാകുന്നത് എപ്പോഴാണ്? ഭരണം കിട്ടുമ്പോഴാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം നന്നായിട്ട് ശേഷമല്ലേ ഭരണപക്ഷം വേണ്ടത്? പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം മോശമായി കഴിഞ്ഞാൽ അവരെ എന്തിനാണ് ഭരണപക്ഷത്ത് കൊണ്ടുവരുന്നത്? അപ്പം ഭരണപക്ഷത്ത് വേണോ പ്രതിപക്ഷത്ത് വേണോ എന്ന് ആദ്യം തീരുമാനിക്കേണ്ട ആരാണ്? പ്രതിപക്ഷമാണ്. ഇവിടെ നന്നായി പ്രവർത്തിച്ച് കാണിക്കുക. അപ്പോൾ എന്ത് മനസ്സിലാവും? അപ്പോൾ ഭരണപക്ഷത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മലയോര കർഷകരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? മലയോര ജനതയുടെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഈ പറഞ്ഞ അടിച്ചമർത്തപ്പെട്ടവരെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇതെന്തെങ്കിലും ചർച്ചയാവുന്നുണ്ടോ? ഈ സമയം വരെ, ഇനി 4 ദിവസം വോട്ട് ചെയ്യാനുള്ളൂ. ഈ സമയം വരെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയോ? കോൺഗ്രസ് തന്നെ വലവിരിക്കുന്നു, അതിൽ തന്നെ അവർ തന്നെ വീഴുന്നു. അപ്പം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുണ്ടാക്കുന്ന കുഴിയിൽ നിന്ന് ഇവർക്ക് കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഈ ശൈലിയിലാണ് പോകുന്നതെങ്കിൽ. നിലമ്പൂരിൽ കണ്ടത് അനാവശ്യ വിവാദങ്ങളോ എന്നായിരുന്നു ചോദ്യം. ഒരു വാചകം കൂടി പറഞ്ഞ സ്ഥലം ഒരു പ്രേക്ഷകന് ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചതാ. പണ്ട് ഈ മമ്മൂട്ടിയുടെ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി കുട്ടി പെട്ടി എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഈ പെട്ടി നോക്കി. ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പോകുന്നിടത്തും ഇതൊരു വലിയ അതെ പെട്ടി നാടകങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. മടുത്തു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എന്തായാലും അനാവശ്യ പ്രാവശ്യം ഈ പിന്നെന്താണ് ചക്കയിടും ഇരവാദമാണ്. അല്ല ചക്ക ഇടുമ്പോൾ മൂലിയാവും. അത് തിരിച്ചു പോയതാണ്. എന്തായാലും അനാവശ്യ വിവാദങ്ങളായിരുന്നു എന്നാണ് ചോദ്യം. 3 പേരുടെ അഭിപ്രായം യേസ് എന്ന് തന്നെയാണ്. Meet the editors.